ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ചെറിയ മത്സര പരിപാടിയിലായിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ് കേട്ടോ. നമ്മളെ കൊമ്പർ ഫാമിലീൻ്റെ ഗെറ്റ് ടുഗദർ ആണ് ഇന്ന്. ഗെറ്റ് ടുഗദർ എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല, കുറേ ആൾക്കാരില്ല കേട്ടോ. നമ്മളെ വലിയ ഫാമിലിയാണ്, പക്ഷെ നമ്മളതിൽ പകുതി ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. കുറേ ആൾക്കാർ പുറത്താണ്, കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ 2 ദിവസത്തെ പരിപാടിയായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. നമ്മളല്ല, അവർ അറേഞ്ച് ചെയ്തത്. ഇതിൻ്റെ കോർഡിനേഷനൊക്കെ ഏൻറ്റിമാരൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ പോയിട്ട് പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സദ്യ മീൻസ് സാധാരണ ചോറും കറികളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ മീനടക്കം, മീൻ, സാമ്പാർ, അങ്ങനെ പലവിധ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ അല്ലറ ചില്ലറ മിനുക്ക് പണികളുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നതൊക്കെ നമ്മളും പങ്കുചേർന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, വന്ന എല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആൻറ്റിമാരൊക്കെയാണ് മെയിൻ ഇതിൻ്റെ ആൾക്കാർ കേട്ടോ. നല്ല നല്ല പാചക വിദഗ്ധരൊക്കെ ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ. ഫസ്റ്റ് ട്രിപ്പ് വലിയ ആണുങ്ങളും കഴിച്ചു, കുഞ്ഞു കുട്ടികളും കഴിച്ചു. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളങ്ങ് കയറിയിരുന്നു, വേറെ ആരും ഇരിക്കാനില്ലേ. നമ്മളെന്ന് വെച്ചാൽ മക്കള്, മരുമക്കള്, മോൻ്റെ മക്കള് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അമ്മമാരെ വിളമ്പൽ അറിയാലോ, നന്നായി വിളമ്പിയിരുന്നു. തിന്ന് കഴിയുമ്പോഴേക്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തത്ര കുടൽ നിറഞ്ഞിരുന്നു. അത് ഇവരൊരു ഫാമിലീൻ്റെ കഴിവാണ് കേട്ടോ. നന്നായിട്ട് ഫുഡ് കഴിപ്പിക്കും, നല്ല ഫുഡും ഉണ്ടാക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അത് പുറത്തൊരു കലാപരിപാടി നടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുക്കും. അപ്പോൾ ആദ്യം മൂപ്പർ കണ്ടില്ലായിരുന്നു, പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടത്. അപ്പം തന്നെ മൂപ്പർക്ക് നാണം വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നാളെ റീൽസ് ആയിട്ട് ഇൻസ്റ്റയിൽ വരൂലേ ഈശ്വര, ഞാൻ വൈറലാവും. ഞാൻ പറഞ്ഞു, നല്ലതല്ലടോ വൈറലായാലോ. അപ്പോൾ ഓനത് വേണ്ടാന്നേ, ഓനത് തിരിഞ്ഞു നിന്ന് എന്ന് പറഞ്ഞ മുഖം മറക്കുമെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, കമൻ്റ് അടിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഞാനും ഇരിക്കട്ടെ ഒരു സന്തോഷത്തിൽ നിന്ന് വെച്ചാൽ അതൊക്കെ എടുത്തു. ഇതൊക്കെ എന്നും ഒരു മെമ്മറി അല്ലേ. അങ്ങനെ ഞാനിങ്ങനെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് വീടിൻ്റെ ഉൾവശമെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രത്നമൂത്തപ്പൻ്റെ വീട്ടിലായിരുന്നു കുടുംബസംഗമം വെച്ചത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കലാപരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇനിയുള്ളത് ചെക്കന്മാരാണ് കേട്ടോ. ചെക്കന്മാർ പിന്നെ ബയ്യ മതി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റോട്ട് അവരിരുന്നത്. ലാസ്റ്റല്ല, ഇനി അമ്മമാർ ഇരിക്കാനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പിടിച്ചിരുത്തി അങ്ങനെയല്ലേ ഒന്ന് അടുക്കളയൊന്ന് ഒഴിഞ്ഞിട്ട് കലാപരിപാടികളിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ പുറത്ത് അമ്മമാരൊക്കെ ഇടുന്ന സൊറ പറയലാന്ന്. പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ അവർ സൊറ പറയുമെന്ന്. അപ്പോൾ അവർ കുട്ടിക്കാലത്ത് കാര്യങ്ങൾ അയവിറക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ രീതിയിൽ മാമിയൊക്കെ തള്ളി വിടുന്നുണ്ട്. അങ്ങനെ അടുത്തതായി അമ്മമാരെ ഫുഡ് കഴിക്കലാണ്. അപ്പം നമ്മൾ കുറച്ച് സഹായിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ അവർ കഴിക്കുന്നതിലും വെറുതെ വീഡിയോ എടുത്ത് വെച്ച് ഇനിയാണ് നമ്മൾ മത്സര പരിപാടിയിലേക്ക് പോകുന്നത് കേട്ടോ. അംഗസംഘം കൂടിയുണ്ട്. ഡൈനിങ് ടേബിളിൽ എല്ലാവരെയും കൊണ്ടില്ല, അതുകൊണ്ട് എല്ലാവരും കസേരയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഈ സന്തോഷം വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം പരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്നു. ആദ്യം തന്നെ കുട്ടികൾക്ക് മുട്ടായി പൊറുക്കലുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്ഷമയില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ പരിപാടി നമ്മൾ ആദ്യം തീർത്തു. ഇതേ മറ്റേ യുദ്ധത്തിൽ ഒരു പുതിയൊരു പഠനം കൂടി ഇറങ്ങിയിരിക്കുന്നു. 2-3 ഉള്ളൂ ഒരു മുട്ടായി പൊറുക്കൽ. അതിൽ ഒരാൾ പിൻവാങ്ങിയിരുന്നു. അപ്പോൾ അന്നേരം അടുത്തൊരു കുഞ്ഞാളും കൂടെ രംഗത്തേക്ക് ഇറങ്ങിയത്. കിട്ടുന്ന മുട്ടായി ഒന്നെങ്കിലും വാരട്ടെ എന്ന് വിചാരിച്ച് നമ്മളും പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. ഞാൻ മുട്ടായി പൊറുക്കലിന് എൻ്റെ മോനാണ് വിജയ്. അപ്പോൾ ഈ ചോട്ടാസ് ഒന്ന് പൊറുക്കിയിരുന്നു. എന്താണെന്നൊന്നും അറിയില്ല അല്ലേ, പറയും നമ്മളത് പങ്കെടുപ്പിച്ചു. പിന്നെ നമ്മളെ അമ്മമ്മ ഉണ്ടായിരുന്നു, അതായത് മൂത്തമ്മ. അമ്മമ്മക്ക് ഒരു പൊന്നാടിയും കൂടെ അണിയിച്ചു എല്ലാവരും കൂടിയിട്ട്. പിന്നെ അമ്മമ്മയായിരുന്നു സമ്മാനം കൊടുത്തത്. അമ്മമ്മേൻ്റെ കൈ കൊണ്ടാണ് വാങ്ങിയത് എല്ലാവരും. അപ്പം മിഠായി പൊറുക്കലിൻ്റെ സമ്മാനമാണ് ആദ്യം തന്നെ. അപ്പോൾ പ്രോത്സാഹന സമ്മാനം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആരെയും എന്താ പറയണ്ടത്, നമ്മൾ മാറ്റി നിർത്തുന്നില്ല കുട്ടികളായതുകൊണ്ട്. പിന്നെ പിള്ളന്മാർ, ആൺപിള്ളേരെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. അതിലിടയ്ക്ക് നമ്മളെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലുണ്ടായിരുന്നു. അതിൽ ഞാൻ തന്നെ കുപ്പിയിൽ നിറയ്ക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ അവരെ വിജയി ഒരാളെ നമ്മൾ എടുത്തു. ഓരോരോ ഏജിലുള്ളവർക്ക് ഓരോരോ സെക്ഷനായി തിരിച്ചിട്ടാണ് കേട്ടോ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ കുട്ടികൾ, ഇനി അതിലും കുറച്ച് വലിയ കുട്ടികൾ, പിന്നെ അമ്മമാർ, അങ്ങനെ അമ്മമാരുടെ സെക്ഷന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ട്രിപ്പാണിത്. അടുത്ത ആൾക്കാർ ഇത് കുറച്ചുകൂടെ വലിയ ആൾക്കാരാണ്. അപ്പോൾ ആവേശത്തിൽ എല്ലാവരും കൊണ്ട് വയ്ക്കുന്നുണ്ട്, ഞാനും കൊണ്ട് വഹിച്ചിരുന്നു. ഇതിലേക്കൂടിയല്ലോ പുറത്തേക്കാണ് പോയത്. കുപ്പി നിറഞ്ഞതിനെക്കാട്ടും കൂടുതൽ നിലത്താണ് നിറഞ്ഞത്. അപ്പോൾ അടുത്തതായി നമ്മൾ അമ്മമാരുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ് കേട്ടോ. അവർ നല്ല വാശിയേറിയ പ്രകടനമായിരുന്നു. ആൾക്കാരുടെ എണ്ണം കൂടിയുണ്ട്. നമ്മളൊരു 3-4 റൗണ്ട് വെച്ചിട്ടാണ് നടത്തിയത്. ആദ്യത്തെ റൗണ്ട് ഒരു 3 റൗണ്ട് വെച്ച് പിന്നെ ഒരു ഫൈനൽ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ ഇതാ ഒന്നാമത്തെ റൗണ്ടിൽ നല്ല അടിപൊളിയിൽ ഇന്നായവരൊക്കെ രണ്ടാമത്തെ റൗണ്ടിൽ ഔട്ടായിരിക്കുന്നു ഗൈസ്. അപ്പോൾ ആവേശം പൂണ്ട കളിയായിരുന്നു. പിന്നെ ഇതൊക്കെ രസമല്ലേ, സമ്മാനം കിട്ടാനൊന്നും അല്ലല്ലോ നമ്മളിത് പരിപാടി വെച്ചിന്. ഇതൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമാണ്. ഇതിൽ സമ്മാനമൊന്നും ഒരു കാര്യമല്ല അല്ലേ. ഇതാണ്ട എൻ്റെ മോൻ്റെ കലാപരിപാടിയായിരുന്നു.
ഇവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവൻ എന്ത് ചെയ്ത് വെള്ളം കൊണ്ട് നിറയ്ക്കുന്ന കണ്ടിട്ട് ഓൻ ഈ വെള്ളം കണ്ടാലും ഒരു ഭ്രാന്ത് പോലെയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് സമയം ചിലവഴിച്ചു. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ പരിപാടീൻ്റെ എല്ലാം സമ്മാനദാനമാണിത്. പിന്നെയും കുറേ പരിപാടി നടന്നിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് വൈകുന്നേരം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ പാടെ നമ്മൾ കുളിച്ച് മാറ്റാൻ വേണ്ടി പോയിരുന്നു. എന്നിട്ട് നമ്മൾ 7 മണിക്ക് 8 മണിക്ക് സന്ധ്യക്കൊന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം ഞാൻ കല്യാണത്തിന് പോയി. ഞാൻ പക്ഷേ കല്യാണത്തിന് പോയിട്ട് വരുമ്പോഴേക്ക് നമ്മളെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിരുന്നു. കാരണം കുടുംബത്തിൽ കല്യാണമാണെങ്കിൽ പെട്ടെന്നൊന്നും കല്യാണം കഴിഞ്ഞിട്ട് വരുമല്ലോ. ഞാൻ വരുമ്പോഴൊക്കെ എല്ലാവരും രാത്രിയത്തെ ഫുഡും കഴിച്ച് കുറച്ച് ആൾക്കാരൊക്കെ മടങ്ങി. നിവേദനും നിശാലിനൊക്കെ എവിടെയോ പോകാനുള്ളതുകൊണ്ട് അവരൊക്കെ മടങ്ങി. പിന്നെ എൻ്റെ മോൻ ആ വീട്ടിൽ നിൽക്കുന്നില്ല. അവന് എൻ്റെ മാമൻ്റെ വീടുണ്ടായിരുന്നു ഒത്തേനും. അപ്പോൾ അവിടെ പോകണം എന്നിട്ട് ഭയങ്കര വാശി പിടിച്ചു. അപ്പം ഞാനും ഓനെയും കൂട്ടി നട്ടപ്പാതിര 12:30 ഞാനും ഓനും അനിയനും കൂടെ വന്നു. അനിയനെ ഇവിടെ ആക്കിയിട്ട് പോയി. നമ്മളിവിടെ വന്ന് കിടന്നുറങ്ങി. ഇവിടെ കുറേ കളിപ്പാട്ടൊക്കെ ഉണ്ട്. മാമൻ്റെ മക്കൾ ചെറുതാണ്. അപ്പോൾ കുറേ കളിപ്പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഓൻ ഇവിടെ തന്നെ കിടക്കണമെന്ന്. എൻ്റെ അതിലൊരു കളിപ്പാട്ടം എടുത്തിട്ടാണ് അവൻ ഉറങ്ങാൻ വന്നത്. അങ്ങനെ എന്തൊക്കെയോ കിസിയൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് ഉറങ്ങാൻ കിടന്നു. പിന്നെ പിറ്റേന്ന് നമ്മളൊരു 11 മണിയായിരുന്നു നമ്മൾ പോകുമ്പോൾ. അപ്പോഴേക്ക് അവർ ബിരിയാണിയൊക്കെ സെറ്റായിരുന്നു. രണ്ടാമത്തെ ദിവസം ബിരിയാണിയാണ് പ്ലാൻ ചെയ്തതിന്. നമ്മൾ പോകുമ്പോഴേക്ക് അവർ ഐസ്ക്രീമൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കിപ്പായി പോയി. സാരമില്ല, മക്കൾക്കൊക്കെ കിട്ടി. ഇന്ന് മൊത്തം ഇന്നലത്തെ ക്ഷീണം തീർക്കലായിരുന്നു എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഓഫായിരുന്നു ഏകദേശം. പിന്നെ കുറേ സോറിയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. ഇലയൊക്കെ തുടച്ചു. ബിരിയാണിയൊക്കെ വിളമ്പാൻ വേണ്ടി ഇലയൊക്കെ പറിച്ച് തുടച്ചു. ഉച്ചക്കേത്തെ പരിപാടിയിൽ മുമ്പ് ഒരു കലാപരിപാടി കണ്ട് കുറേ സമയം അമ്മ വായും തുറന്നുറങ്ങുന്നു. അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ഉപ്പെടുത്തിടാൻ ഞാനിട്ടാൽ പിന്നെ ചിലപ്പോൾ അടി എനിക്ക് കിട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ അംഗത്തിന് തയ്യാറായില്ല, വേറെ ആളെ ഏൽപ്പിച്ചു. അത് നൈസായിട്ട് പാളി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി. കാരണം ബിരിയാണി എന്ന ക്ഷീണത്തിൽ എല്ലാവരും ഇരുന്ന് കട്ടൻ ലൈം ടീയാണ് കുടിക്കുന്നത്. എല്ലാവരും കുടിച്ചു. പിന്നെ രാത്രിയൊക്കെ കലാപരിപാടിയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയതിന് ശേഷം ഞാൻ 12:30 പോയിന്. അതിനുശേഷം അമ്മമാരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, വീഡിയോയും കിട്ടിയില്ല, ഞാൻ ഇടിയില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കുറച്ച് സോറിയൊക്കെ പറഞ്ഞു. ഭാമി ഒരു ഗുഡ് ബൈ ഒക്കെ പറയുന്നുണ്ട്. ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു സങ്കടം. നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് തകർക്കാൻ പറ്റിയില്ല. എന്തൊക്കെയോ കുറേ തിരക്കുകളൊക്കെ കൊണ്ട് അങ്ങനെ നമ്മളും യാത്രയായി. എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മളും പോക്കാന്ന്. ഇനിയൊരു റീയൂണിയൻ പിന്നെയും കാണാം.